അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ മജീദ് മുസ്ലിയാർ UK കണ്ണൂർ ജില്ല, കോഴിക്കോട് ജില്ലയിലൊക്കെ ദ്വാ സമ്മേളനത്തിനും മറ്റൊക്കെ നേതൃത്വത്തിന് പോകുന്ന വലിയ ഒരു പണ്ഡിതനാണ് അദ്ദേഹം, ഒരു സൂഫി വര്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നമ്മളെ കാട്ടുകള്ളം പോയിട്ട് പറ്റിച്ചൊരു സംഭവമുണ്ട്. മജീദ് ഉസ്താദ് അതിൽ കുടുങ്ങാനും കാരണം ഉണ്ടായിട്ടുണ്ട്. മജീദ് ഉസ്താദ് അതിലൊന്ന് പെട്ടിരുന്നു, ഈ കാട്ടുകള്ളിൻ്റെ കെണിയിലൊന്ന് പെട്ടിരുന്നു. അത് മജീദ് ഉസ്താദ് തന്നെ പറയുന്നുണ്ട്, പക്ഷെ അത് കുടുങ്ങാനുള്ള കാരണം മൂപ്പർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും മജീദ് ഉസ്താദ് ആ വിഷയം വിശദീകരിക്കുന്നുണ്ട്, അതൊന്ന് കേട്ടോക്കാണി ഇൻഷാ അല്ലാഹ്. മജീദ് ഉസ്താദ് വരട്ടെ. അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്നോട് ഇയാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ആൾ ആരാ അറിയോ? നമ്മുടെ നൗഷാദ് പട്ടൂരിണ്ടല്ലോ, ഓൻ്റെ ഷെയ്ഖ് കാട്ടുകള്ളൻ വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞ കാട്ടുകള്ളനുണ്ടല്ലോ, ആ കാട്ടുകള്ളനെ സംബന്ധിച്ചാണ് എന്നോട് ഇയാൾ പറഞ്ഞു എന്ന് പറഞ്ഞ ആ ഷെയ്ഖ് വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞ കാട്ടുകള്ളൻ. സുകാര്യം പറയാണ്ട് രണ്ട് വർത്താനം പറയാണ്ട് നിങ്ങളൊക്കെ പുറത്തേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, മജീദ് ഉസ്താദിൻ്റെ അടുത്തേക്ക് എന്നുകാണ്ട് നിങ്ങളോട് സ്വകാര്യം പറയാണ്ട് എന്നുകാണ്ട് എല്ലാവരും അങ്ങോട്ട് പുറത്താക്കി. മൂപ്പരെ റൂമിൽ കൊണ്ടുപോയിക്കാണ്ട് മൂപ്പരോട് മാത്രം സംസാരിക്കുകയാണ്. ഇത് നമുക്ക് നന്നാക്കണ്ടേ? ഞാൻ പറയുന്നത് നന്നായി കിട്ടാൻ വലിയൊരാഗ്രഹം. ഇതിന് നമുക്ക് എത്ര സ്ഥലം വേണ്ടി വരുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഒരു 2 സെൻറ്റോട് കിട്ടിയാൽ, ഇതിപ്പോൾ 2.25 സെൻറ്റാണ് ഉള്ളത്, 2 കിട്ടിയാലേ നമ്മൾ കഴിച്ചില്ല എന്തെങ്കിലും ഒരു കൊല. സ്വകാര്യം പറയണേ എന്താന്ന് വെച്ചാൽ അവിടെ കുറച്ച് വലിപ്പം കൂട്ടേണ്ട വിഷയമാണ് സ്ഥാപനത്തിൻ്റെ അവിടെ. അപ്പോൾ അത് വലിയതാക്കേണ്ട വിഷയത്തിൽ ഇതിപ്പോൾ എത്ര സെൻറ്റാണ് ഉള്ളത് ചോദിച്ചാൽ, അപ്പോൾ 2 സെൻറ്റ് ഉണ്ട്. 2 സെൻറ്റും കൂടി കിട്ടിയാൽ വലിയ തിരക്കേടുണ്ടായിരുന്നില്ല, എന്നാൽ വലിയ കുഴപ്പമില്ലാതെ റാഹത്തായിരുന്നു എന്ന് മജീദ് ഉസ്താദ് കാട്ടുകള്ളനോട് പറഞ്ഞപ്പോൾ കാട്ടുകള്ളൻ പറഞ്ഞു 5 സെൻറ്റ് പോരേന്ന് ചോദിച്ചു. അപ്പം മജീദ് ഉസ്താദിന് വലിയ ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഇനി അതിനേക്കാളും ഇഷ്ടപ്പെടാൻ വേറൊന്നുമില്ല. കാരണം ദീനീ വിഷയത്തിൽ 2 മതി എന്ന് പറഞ്ഞപ്പോൾ പോരാ 5 കിട്ടിയാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ മജീദ് ഉസ്താദ് ഒന്നും കൂടി പൊന്തി. ഇൻഷാ അല്ലാഹ് മജീദ് ഉസ്താദ് തന്നെ പറയട്ടെ. 5 സെൻറ്റ് പോരേന്ന് വെച്ചു. അൽഹംദുലില്ലാ ഞാൻ ഒന്നുകൂടി അവിടെ പൊന്തി. അങ്ങനെ 5 സെൻറ്റ് മതി എന്നോട് പറഞ്ഞു. ഇതിൻ്റെ ആധാരമില്ലേ വെച്ചാൽ ആധാരത്തിൻ്റെ കോപ്പി വേണം. അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ ആധാരം ചോദിച്ചു. ആധാരം എവിടെ വെച്ചു? മജീദ് ഉസ്താദൊക്കെ ആകെ തെരഞ്ഞു പിടിച്ചുണ്ടാക്കിയ ആധാരമൊക്കെ കണ്ടെത്തിയാണ്ട് ആധാരത്തിൻ്റെ ഒരു ഫോട്ടോ കോപ്പി അയാളെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് സോണിയാഗാന്ധിൻ്റെ എന്തോ മാരകമായ രോഗത്തിന് അമേരിക്ക ചികിത്സയ്ക്ക് പോയപ്പോൾ വെള്ളം വന്നിച്ചാൽ കൊടുത്ത് അതിൽ മാറിയായിട്ട് പോയതാണ്. അതിൽ ഭയങ്കര ബന്ധാണ്. ഈ മജീദ് ഉസ്താദിനെ പറ്റിച്ചിക്കണേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. സോണിയാഗാന്ധിക്ക് വലിയ മാരകമായൊരു രോഗം ഉണ്ടായിരുന്നു. അങ്ങനെ അമേരിക്കയ്ക്ക് ചികിത്സക്ക് കൊണ്ടുപോയപ്പോൾ ഈ കാട്ടുകള്ളനൊരു ഗ്ലാസ് വെള്ളത്തിക്കാണ് മന്ത്രിച്ചുകാണ്ട് അങ്ങോട്ട് കൊടുത്തു സോണിയാഗാന്ധിക്ക്. ആ വെള്ളം കുടിക്കലോടുകൂടെ സോണിയാഗാന്ധിൻ്റെ രോഗം അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞത്. അതങ്ങോട്ട് പറ്റങ്ങോട്ട് മാറിയെന്ന്. അതങ്ങോട്ട് മാറിയപ്പോൾ ഇപ്പോൾ ആ കുടുംബം മൊത്തം ഇയാളായിട്ട് ഭയങ്കര ബന്ധമാണ്. രാഹുൽ ഗാന്ധി നിൽക്കാതെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് യാതൊരു തൊഴിലുമില്ല. ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ആർക്കും അറിയോ, നമ്മളെ കാട്ടുകളനെ വിളിച്ചിട്ട് യാതൊരു തൊഴിലുമില്ല, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, യാതൊരു ഒഴിവുമില്ല. അങ്ങനെ എപ്പോഴും രാഹുൽ ഗാന്ധി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളെ കാട്ടു നൗഷാദിന് വിളിക്കണുണ്ടോന്നാവട്ടോ. നൗഷാദ് ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് പറയും ചിലപ്പോൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചിരുന്നു എന്ന് പറയാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ആര് മറ്റോ നൗഷാദും കുഞ്ഞേമോ സമതും. പക്ഷേ ഇവൻ പറഞ്ഞിരിക്കണത് ഇപ്പം ഇയാൾ പറഞ്ഞത് ആര് കാട്ടുകള്ളം പറഞ്ഞത് ഈ സോണിയാഗാന്ധിക്ക് വെള്ളം മന്ത്രിച്ചു കൊടുത്തിട്ട് ആ അസുഖം മാറിയതിന് ശേഷം പിന്നെ രാഹുൽ ഗാന്ധി ഫോൺ വെച്ചിട്ട് തന്നെയല്ല, ഇയാൾക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുക. എപ്പോൾ നോക്കിയാലും വിളിച്ചുകൊണ്ടിരിക്കുക. തൊട്ടീനൊക്കെ വിളിക്കുകയാണ്. പക്ഷേ ഇയാൾക്ക് എടുക്കാൻ നേരമല്ല, ഇയാൾ എടുക്കലില്ല. ഞാൻ ഫോൺ തന്നെ എടുക്കലില്ല. ഈ മജീദ് ഉസ്താദിനെ പറഞ്ഞ് പറ്റിച്ചാണേ. ഈ സാധു മജീദ് ഉസ്താദ് എന്ത് ചെയ്തു എന്നാൽ അത് സത്യം തന്നെ ഏക്കാരെന്ന് വിചാരിച്ച് അത് വിശ്വസിച്ചും ചെയ്തു. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഞാൻ ഫോൺ എടുക്കൂല. പലപ്പോഴും എന്നോട് പറഞ്ഞാണ് അള്ളാഹുവേലോ ഇല്ലാത്ത. അങ്ങനെ രാഹുൽ ഗാന്ധിയൊക്കെ ഭയങ്കര ബന്ധമാണ്. ഡൽഹിൻ്റെ ഹൃദയഭാഗത്ത്
എന്തോ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഭൂമി അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടു. ഡൽഹിയിൽ വലിയൊരു സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഭൂമി അവിടെ കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. ആകാശത്തേക്കാരം മജീദ് ഉസ്താദെ, ഭൂമിയിലാവില്ല, ആകാശത്തേക്കാരം ഇയാൾ കാട്ടുകള്ളം കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഒരു 5 സെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ്. പോർട്ട് ബംഗ്ലാവിൻ്റെ സ്ഥലം, ഒഴിഞ്ഞ സ്ഥലവുമാണ്. അതിപ്പോൾ വലിയൊരു ഇടപെട്ടാൽ പ്രശ്നമില്ല. പിന്നെ ഞാൻ പറഞ്ഞ എന്ത് പൈസ കൊടുക്കണം നമുക്ക് കൊടുക്കാം, പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. സത്യത്തിൽ മജീദ് ഉസ്താദ് കരുതിയിരിക്കുന്നത് പൈസ കൊടുത്ത് വാങ്ങാന്നുള്ളതാട്ടോ. മറ്റാപ്പ് കാട്ടുകള്ളം പറഞ്ഞ പൈസ ഒന്നും വേണ്ട, അത് പൈസ ഒന്നും വേണ്ട, വെറുതെ തരുന്നതാണ്. അപ്പം ഈ സാധുവിൻ്റെ മനസ്സിൽ ഫുള്ളതായി. പിന്നെ അത് വിഷയമല്ല. അങ്ങനെ ഞാൻ ആധാരത്തിൻ്റെ കോപ്പി കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ പിന്നെ കുറച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളൊന്ന് പോരേണ്ടി വരുമെന്ന് പറഞ്ഞു. മജീദ് ഉസ്താദിനോട് പോരാൻ പറഞ്ഞപ്പം തന്നെ എന്തായാലും വേണ്ടില്ല, ഞാൻ പോരാ, എവിടെ വേണമെങ്കിലും പോരാന്ന് പറ്റും മജീദ് ഉസ്താദ്. കാരണം എന്താ, മജീദ് ഉസ്താദിൻ്റെ ലക്ഷ്യം അവിടെ അത് റെഡിയാവലാണ്. അത് റെഡിയാവാൻ വേണ്ടിക്കൊണ്ട് എവിടെ വേണമെങ്കിലും ഞാൻ പോരാ എന്നും ആര് പറഞ്ഞു, മജീദ് ഉസ്താദ് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എവിടെ വേണമെങ്കിലും വരാം, ഇതെന്തോ നായി കിട്ടല്ലേ, എനിക്ക് ഇയാളോട് ഇഷ്ടം കൊണ്ട് കൂടാനുള്ള ഒരു കാരണം അത്. യെസ് മജീദ് ഉസ്താദ് പറഞ്ഞതാണ് സത്യം. മജീദ് ഉസ്താദ് കൂടാനുള്ളൊരു കാരണതാണ്. ഇതുപോലത്തെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മളതിൽ വിശ്വസിക്കല്ലേ. അങ്ങനെ തന്നെയാണ് നമ്മളെ ഒരുപാട് പ്രഭാഷകരായ പണ്ഡിതന്മാരതിൽ കൂടിയിരുന്നു. അയാളെ ഇവിടെ കൊടുന്ന് പ്രചരണം നടത്തിയത് ആരാ? AP ഉസ്താദിൻ്റെ മകനായ ഹക്കീം അസേരി അല്ലേ? ഹക്കീം അസേരിൻ്റെ പുനൂർ കോളേജിലല്ലേ ഇയാൾ ഉണ്ടായിരുന്നത്? പൊന്മൾ ഉസ്താദിൻ്റെ ശിഷ്യനാണ് ഹക്കീം അസേരി. പൊന്മൾ ഉസ്താദ് മാറി നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ പൊന്മൾ ഉസ്താദിൻ്റെ വാക്കിനെ അംഗീകരിച്ചു. ആര്? ഹക്കീം അസേരി മാറ്റി നിർത്തി. പക്ഷേ അതിനെ ഏറ്റിക്കൊണ്ട് നടന്നു ആര്? സുലൈമാൻ ഉസ്താദിൻ്റെ വാക്കിനെ ലംഘിച്ചു ആര്? നൗഷാദ് എന്ന് പറഞ്ഞ ഈ കാട്ടുകള്ളൻ. ഹസനി എന്ന് പറയാൻ പാടില്ല, അറിയാതെ വന്നു പോയതാ, സോറി ഹസനി എന്ന് പറഞ്ഞതിന്. അപ്പോൾ ഏതായാലും ഈ നൗഷാദ് ഉസ്താദിൻ്റെ വാക്കിനെ ലംഘിച്ചു. അതുപോലെ തന്നെ കുഞ്ഞഹമ്മദ് ഉസ്താദിൻ്റെ വാക്കിനെ ലംഘിച്ചു. സ്വമദ് വാക്കിനെ ലംഘിച്ചു. അതുപോലെ ആരൊക്കെ കാട്ടുകള്ളന്മാർ ആരൊക്കെ കൂടിയോ ഓലക്കോലെ ഉസ്താദുമാരുടെ വാക്കിനെ ലംഘിച്ചു. അസേരി ഉസ്താദും അതുപോലെ തന്നെ ഒരുപാട് കേരളത്തിലുള്ള ഒരുപാട് ഉസ്താദുമാർ, അത്തബിരി ഉസ്താദാവട്ടെ, വഹാബ് സക്കാഫി ആവട്ടെ, ത്വാഹിർ സക്കാഫി ആവട്ടെ, അതുപോലെ നിരവധി പ്രഭാഷകരും നിരവധി ആളുകളൊക്കെ നല്ല ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഉസ്താദുമാരുടെ വാക്കുകളെ അത് അംഗീകരിച്ചുകൊണ്ട് മാറി നിന്നു. നൗഷാദ് ലംഘിച്ചുകൊണ്ട്, നൗഷാദും 2-3 ആളുകളും ലംഘിച്ചുകൊണ്ട് കയറി ചെന്നുകൊണ്ടാണ് ഇങ്ങനെ ഇത്രമാത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കാട്ടുകള്ളനെ ഇവിടെ പ്രചരിപ്പിച്ചത്. ഈ കാട്ടുകള്ളനെ എങ്ങനെ അംഗീകരിക്കാതിരിക്കുക? ഈ സമദ് ഉസ്താദിനോട് പറഞ്ഞത് കേട്ടില്ലേ? ഈ കോലത്തിലാണ് പറയുന്നത്. അപ്പം മജീദ് ഉസ്താദിനോട് ഇങ്ങനെ പറയണത്, അപ്പോൾ മജീദ് ഉസ്താദ് അംഗീകരിക്കുകയാണ്. അംഗീകരിച്ചു. പക്ഷേ ഇതാണ് മജീദ് ഉസ്താദ് പെടാനുള്ള കാരണം. പറയട്ടെ. അങ്ങനെ പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് എന്നോട് പറഞ്ഞു നിങ്ങൾ വരേണ്ടിയൊന്നുമില്ല, അതൊക്കെ പറഞ്ഞ് ഏകദേശം സെറ്റപ്പ് ആയിട്ടുണ്ട്. അടുത്ത ദിവസം ഓല ആരെങ്കിലും ഇവിടെ വന്ന് നോക്കിപ്പോവും. പിന്നെ ഇവിടെ നിന്നൊരു നോക്കുകയാണെങ്കിൽ ഈ സാധുവിനോട് പറഞ്ഞു നിങ്ങൾ വരുമൊന്നും വേണ്ട, ഓല് ഇവിടുക്കണ വരുമ്പോൾ വന്ന് നോക്കും, ഇനി ഇവിടുന്ന് ആരെങ്കിലും ചെല്ലേണ്ടി വരും. 2 ആൾ പോണാണ്, ഒരു പാൻറ് ഒക്കെ ധരിക്കുന്ന ആ രൂപത്തിലുള്ള മൂലിയാർ വേഷനല്ല. ഇനി മൂല്യന്മാരുടെ വേഷത്തിലല്ല പോകേണ്ടത്. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇൻസൈഡൊക്കെ ചെയ്ത് കാണ്ട്, പാൻറ്റൊക്കെ ഇട്ട് ഇൻസൈഡൊക്കെ ചെയ്ത് ഷൂവും സോക്സൊക്കെ ഇട്ട് കാണ്ട് അങ്ങനെയൊക്കെയാണ് ചെല്ലേണ്ടത് എന്ന് പറഞ്ഞു ഈ സാധുവിനോട്. നിങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരാളെ. അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടർ ഷെരീഫ് പോരെ കാക്കൻ്റെ മോന്? എമ്പാട് മതി. ഇന്നേ വരെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല, എൻ്റെ ആ കോപ്പി തിരിച്ച് കിട്ടിയിട്ടുമില്ല, 5 സെൻറ്റും ഇല്ല, 1 സെൻറ്റും കിട്ടിയില്ല. അപ്പം ഈ രൂപത്തിൽ കേട്ടില്ല നിങ്ങൾ? കാട്ടുകള്ളൻ്റെ കെണിയിൽ കുടുങ്ങിയ മജീദ് ഉസ്താദ് പറയുന്നത് കേട്ടില്ലേ? അന്ന് മജീദ് ഉസ്താദിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് ഈ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലം ഞാൻ വാങ്ങിച്ചു തരാം,
സോണിയാഗാന്ധിൻ്റെ രോഗം ഞാൻ മാറ്റിയിട്ടുണ്ട്, രാഹുൽ ഗാന്ധി എനിക്ക് എപ്പോഴും വിളിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളതിൻ്റെ കോപ്പി ഒന്ന് തരുന്ന പറഞ്ഞു കോപ്പി വാങ്ങിപ്പോയി. പിന്നെന്ത് ചെയ്ത് നിങ്ങളൊന്ന് വരേണ്ടി വരും എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ വരണ്ട, പിന്നെ നിങ്ങൾ എന്ത് ചെയ്ത് മതി, പാൻറ്റും കുപ്പായിട്ട് ഒരാളെ റെഡിയാക്കിയാൽ മതി, അയാൾ വന്നാൽ മതി. അപ്പം എൻ്റെ കാക്കാൻ്റെ മകൻ ഡോക്ടർ വന്നാൽ അത് എമ്പാടും മതി എന്ന് പറഞ്ഞു. എന്നിട്ടോ പിന്നെ അതിൻ്റെ ആധാരത്തിൻ്റെ കോപ്പിയും കൊണ്ടുപോയി ഇന്നേ വരെ ആ സ്ഥലവും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. മിക്കവാറും ഇത് ബൈത്തുൽ മഅമൂറിലായിരിക്കും ഉണ്ടാകുക. മജീദ് ഉസ്താദേ, അത് മിക്കവാറും ബൈത്തുൽ മഅമൂറിലേക്കാരം. ഇയാളിപ്പോൾ ഉള്ളത് ചിലപ്പോൾ ബൈത്തുൽ മഅമൂറിലേക്കാരം. അള്ളാഹിൻ്റെ റസൂൽ കയറി ചെന്ന സ്ഥലം ഉണ്ടല്ലോ, ഇസ്രാ മിറാജും പോയേ, അവിടെ ഉണ്ടാവുമ്പോൾ ബൈത്തുൽ മഅമൂറിൽ ചിലപ്പോൾ യോഗം കൂടിയേക്കാരപ്പോൾ അങ്ങനെ ആയിരിക്കും ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും വല്ലാത്തൊരു സംഭവം തന്നെ. ഇനി നമുക്കൊന്ന് നോക്കുക, നമ്മളെ കാട്ടുകള്ളം, നമ്മളെ ചിന്ന കാട്ടുകള്ളം ഉണ്ടല്ലോ, നൗസു എവിടെ? എത്രയോ ആൾക്കാരാ വിളിച്ചു പറയും, നിങ്ങളിത് പറയും, ഞങ്ങൾക്കിത് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളെ ശൈഖുനെ ദിനായിട്ട് സൃഷ്ടിച്ചതാ, ഒരു സംശയവും അതിലില്ല. നമ്മളെ ന്യൂസ് വന്നപ്പോൾ പറഞ്ഞപ്പോൾ എന്താ നിങ്ങൾ കേട്ടോ? ന്യൂസ് വന്ന് പറഞ്ഞത് എന്താ നിങ്ങൾ മനസ്സിലാക്കിയോ? ഞങ്ങളെ ശൈഖുന ഇതിനായിട്ട് സൃഷ്ടിച്ചതാണ്. അപ്പം നൗഷാദേ, എൻ്റെ സൃഷ്ടാവ് ആരാ? അള്ളാ അല്ലേ? ഇച്ചങ്ങായി ആ കാട്ടുകള്ളനാ? അപ്പം എൻ്റെ ശൈഖും എന്നെ പടച്ചതും ഒക്കെ എൻ്റെ ശൈഖുനാണ്, അള്ളാഹു അല്ല. അപ്പം എനിക്ക് പടച്ചവനായിട്ടൊരാൾ അള്ളാന്ന് പറഞ്ഞ ആ സംവിധാനം ഇല്ല അല്ലേ? അത് ശരി. അപ്പം ഇവനെ കുഞ്ഞയമീനി ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ കുഞ്ഞയമും സമതും ആട്ടോ. കുഞ്ഞയമും സമതും അതുപോലെ ഈ നൗഷാദും ഇവരെ ഓല ശൈഖുനെയാണ് സൃഷ്ടിച്ചത്, ഇതിനായിട്ട് സൃഷ്ടിച്ചതാണ്. ശരി തന്നെ ആയിരിക്കും ചിലപ്പോൾ. കുത്തിത്തിരിപ്പും ഫസാദും ഉണ്ടാക്കാനായിട്ട് സൃഷ്ടിച്ചതായിരിക്കും. തിരുപ്പാണല്ലോ ഇപ്പോൾ പണി, ഏറ്റവും വലിയ പണി തിരുപ്പാണല്ലോ. അത് ഇതിലായിരുന്നെന്നും അങ്ങനെ തന്നെ ആയിരുന്നു. AP വിഭാഗത്തിലായിരുന്ന സമയത്ത് പേരോട് ഉസ്താദ് ഒരു വില വരച്ചു കൊടുത്തു. വല്ലാതെ പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. കൂടുതൽ പറയണ്ട, അത്രമാത്രം പറയുന്ന മാട്ടാന്ന് പറഞ്ഞ് നിർത്തലാക്കിയിരുന്നു ഓരോ കൊണ്ട്. പിന്നെയാണ് ഒരു ചാടി മറിഞ്ഞു പോയത്. ഏതായാലും ഇതിനകത്ത് ഓരോ സൃഷ്ടിച്ചിരിക്കുന്നത് കാട്ടുകള്ളനെ ഇതിന് സൃഷ്ടിച്ചതാണ്. അപ്പൊ സൃഷ്ടാവ് ഓരോ ഷെയ്ഖാണ്. അപ്പൊ അതുകൊണ്ട് വേറൊരു ന്യായീകരണം കേട്ടോ നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു, ഞങ്ങളെ ശൈഖുനെ ദിനായിട്ട് സൃഷ്ടിച്ചതാ, ഒരു സംശയവും. നഊദു ബില്ലാഹ്, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇതിലും വലിയ കുഫർ ഇനി ഏതാ നൗഷാദേ? ഇതിലും വലിയ കുഫർ ഏതാ നൗഷാദേ? ആരെ തൃപ്തിപ്പെടുത്താനാണ് നൗഷാദേ ഇങ്ങനെ കുഫ്രിയത്തിൻ്റെ വാദം വാദിക്കുന്നത്? നിന്നെയും കുഞ്ഞയമീനെയും സമദിനെയും സൃഷ്ടിച്ചത് ഹാഫിള് നമ്മളെ കാട്ടുകള്ളനാണ് എന്ന് നീ പറയുമ്പോൾ ഇതിലും വലിയ കുഫ്ർ ഏതാണ് നൗഷാദേ? സൃഷ്ടാവ് ആരാണ്? അള്ളാഹു അല്ലേ സൃഷ്ടാവ്? അപ്പം നിന്നെ സൃഷ്ടിച്ചത് അള്ളാഹു അല്ല എന്നല്ലേ നിൻ്റെ വാദം? അള്ളാഹു അല്ല എന്നാണല്ലോ നിൻ്റെ വാദം. നിന്നെ സൃഷ്ടിച്ചത് നിൻ്റെ ഷെയ്ഖാണ് എന്നാണല്ലോ വാദം. പൊന്നാര നൗഷാദേ, ഇസ്ലാമിൽ നിന്ന് പിരിഞ്ഞു പോയില്ലേ? ഇസ്ലാമിൽ നിന്ന് കടന്നു പോയില്ലേ? ഈ കുഫിരിയത്തിൻ്റെ വാദം വാദിച്ചുകൊണ്ട് നീയാണോ കവലകളിൽ മുഴുവനും ആദർശ സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? പൊന്നാര നൗഷാദേ, അന്ന് എല്ലാ ഉസ്താദുമാരും മാറി നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ കേരളക്കരയിലേക്ക് കൊടുന്ന ആൾ വരെ മാറി നിന്നെങ്കിൽ അത് ഉസ്താദിനെ പരിഗണിച്ചിട്ടായിരുന്നു, ഉസ്താദിനോടുള്ള ആ ബഹുമാനം കൊണ്ടായിരുന്നു. എന്നാൽ നീ അതല്ല ചെയ്തത്, നീ അതിലൊട്ടിക്കൂടുകയാണ് ചെയ്തത്. എന്നിട്ട് വെറും കുഫിരിയത്തിൻ്റെ വാദം വാദിച്ചുകൊണ്ട് നടക്കുകയാണ് നൗഷാദേ നീ. ഇപ്പോൾ നീ എന്തിലാണ്, എവിടെയാണ് ഉള്ളത്, നീ ഏത് തസ്തികയിലാണ് ഉള്ളത് എന്ന് നീ ഒന്ന് കടന്നുറങ്ങുമ്പോൾ സ്വയമായിക്കൊണ്ട് ചിന്തിക്കുന്നത് നന്ന്. കാരണം നിന്നെ പടച്ചത് നിൻ്റെ ഷെയ്ഖാണ്.